നമുക്കൊരു തലവേദന വരുന്നു, ആ തലവേദന മുമ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത പോലത്തെ തലവേദനയാണ്. നൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇത് നമ്മൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വർക്ക് ആഴ്ച മങ്ങുന്നു, രണ്ടായിട്ട് കാണുന്നു. വാട്ടർ ഇൻടേക്കിൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? പനി തലയിലേക്ക് കയറുക, മസ്തിഷ്ക ജ്വരത്തിലേക്ക് നയിക്കാം. ലൈറ്റ് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക, ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള മാറാത്ത തലവേദന. ഹായ്, ഇന്ന് എന്നോടൊപ്പം കൂടെ ഉള്ളത് ഡോക്ടർ അനൂപ് ചെറിയനാണ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കട്ടെ, നമുക്ക് ഹെഡ് ഏക്ക് എന്നുള്ളത് എല്ലാവരിലും വരുന്നൊരു കോമൺ കാര്യമാണ്. എന്നാൽ ഈ ഹെഡ് ഏക്ക് പല രീതിയിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഹെഡ് ഏക്സ് എന്ന് ഡോക്ടർ ഒന്ന് പറയാമോ? ഹെഡ് ഏക്ക് അല്ലെങ്കിൽ തലവേദന ഒരു കോമൺ അസുഖമാണ്. യെസ്. ഇപ്പോൾ ഒരാൾക്ക് സ്ഥിരമായിട്ട് തലവേദന വരുന്നു, മാസത്തിലൊന്ന്, ആഴ്ചയിലൊന്ന്, ചിലർക്ക് ഡെയിലി ഹെഡ് ഏക്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൊഡോമിനൻ്റ്ലി പ്രൈമറി ഹെഡ് ഏക്ക് എന്ന് പറയും. പ്രൈമറി ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി കേൾക്കുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ടൈപ്പ് ഹെഡ് ഏക്ക് എന്ന് പറയും. പിന്നെ റെയറായിട്ടുള്ള ക്ലസ്റ്റർ ഹെഡ് ഏക്ക്, അതുപോലെ തന്നെ ട്രൈജമിനൽ സെഫലാൾജിയാസ് എന്ന് പറയുന്ന ഹെഡ് ഏക്കിൻ്റെ വളരെ റെയറായിട്ടുള്ള തരങ്ങളൊക്കെ ഉണ്ട്. മൈഗ്രെയിൻ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു അസുഖമാണ്. പിന്നെ എല്ലാ ഹെഡ് ഏക്കും മൈഗ്രെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു സൈഡിൽ അല്ലെങ്കിൽ ഹെമിക്രേനിയൽ ഹെഡ് ഏക്ക്, ഒരു തലയുടെ ഒരു ഭാഗത്ത് ഹെഡ് ഏക്ക് വരുന്നു. നമുക്ക് ഒരു എന്താ പറയുന്ന തലയുടെ ഉള്ളിൽ എന്തോ ഇടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടിപ്പിക്കൽ ഫീച്ചർ. അത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഹെഡ് ഏക്കിനെ മൈഗ്രെയിൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു 4-5 പ്രാവശ്യത്തിൽ കൂടുതൽ അത് വന്നിട്ടുണ്ടാവും, എപ്പിസോഡ്സ് ആയിരിക്കണം. ആദ്യം തന്നെ ഒരു ഹെഡ് ഏക്ക് ഇതേപോലെ വന്നു എന്ന് വെച്ച് നമ്മൾ മൈഗ്രെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. മൈഗ്രെയിൻ വരുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ കൂടെ ഛർദ്ദിക്കാനുള്ള സെൻസേഷൻ, നോസിയ വരും, വോമിറ്റിങ് വരും, സൗണ്ടും ലൈറ്റും ബുദ്ധിമുട്ടായിട്ട് തോന്നും. കൂടുതലൊരു ഏജ്, അപ്പോൾ ഒരു അഡോളസെൻ്റ് ഏജ് ടു യങ് അഡൾട്ട്ഹുഡിലാണ് കൂടുതൽ. എന്നാൽ അഡൾട്ട്സ് 40 വയസ്സിന് ശേഷവും ചെറിയ പ്രായത്തിലെ കുട്ടികൾ വരുന്ന പീഡിയാട്രിക് മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ മൈഗ്രെയിനിൽ ടിപ്പിക്കലി ഈ പറഞ്ഞ സമയ ഡ്യൂറേഷനും പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ലക്ഷണങ്ങളും, ചിലർക്ക് കണ്ണിന് മുമ്പിൽ മൈഗ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇതുണ്ടാവും. ലൈറ്റ് വരുന്നു, അല്ലെങ്കിൽ മഴവിൽ പോലെ കളറുകൾ കാണുന്നു എന്നൊക്കെ തോന്നാം. പിന്നെ ചിലപ്പോഴെല്ലാം ഈ മൈഗ്രെയിൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ നമുക്ക് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ നമുക്കൊരു തലവേദന വരുന്നു, ആ തലവേദന മുമ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത പോലത്തെ തലവേദനയാണ്. പിന്നെ ഭയങ്കരമായിട്ട് തലയുടെ പുറകിൽ തലവേദന പോലെ വരുന്നു. തലവേദനയുടെ കൂടെ മുമ്പ് ഛർദിലില്ലാത്ത ഒരാളുടെ പുതിയതായിട്ട് ഛർദിൽ വരുന്നു, കാഴ്ച മങ്ങുന്നു, രണ്ടായിട്ട് കാണുന്നു. ഇവൻ മൈഗ്രെയിനിലും ചിലർക്ക് റെഗുലർലി കാഴ്ചമങ്ങൽ വരാം, പക്ഷെ അതല്ലാതെ നമുക്ക് ആദ്യമായിട്ട് കാഴ്ചമങ്ങൽ പോലെ തോന്നുന്നു, ഡബിളായിട്ട് കാണുന്നു, ബാലൻസ് പോകുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം മൈഗ്രെയിൻ്റെ കൂടെ സംഭവിക്കാത്ത റെഗുലറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മൈഗ്രെയിൻ്റെ കൂടെ ഇല്ലാത്ത ഈ പോലത്തെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമീഡിയറ്റ്ലി ഒന്ന് കൺസൾട്ട് ചെയ്യാന്നുള്ളത് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അല്ല ഡോക്ടർ, ഞാൻ പൊതുവേ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു സ്കൾ എടുത്തു കഴിഞ്ഞാൽ പലവിധ ബോൺസ്, ഹോസ്പിറ്റൽ ബോൺ, ഫ്രണ്ടൽ ബോൺ, അങ്ങനെ പല, നമുക്ക് അത് വെച്ച് എങ്ങനെയാണ് നമുക്ക് പലതിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്മൾ എപ്പോഴും മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ് കൂടുതൽ, എന്ന് വെച്ചാൽ പുറകിൽ മൈഗ്രെയിൻ വരില്ല എന്നല്ല. നമുക്ക് വി ക്യാൻ ഹാവ് സർവൈക്കോജനിക് മൈഗ്രെയിൻ എന്ന് പറയുന്ന പോലെ തലയുടെ പുറകിലും കഴുത്തിലുമായിട്ട് വേദന വരുന്നുണ്ട്. അപ്പോൾ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ മുൻപിൽ വരുന്ന ഹെഡ് ഏക്സ് ആണ് പ്രൊഡോമിനൻ്റ്ലി ഒരു തലയുടെ ഒരു ഭാഗത്ത്, ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലെഫ്റ്റ് ആയിരിക്കാം, ചിലർക്ക് ലൈറ്റിൽ വരും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലെഫ്റ്റിൽ വരും. എപ്പോഴും ഒരു സൈഡിൽ മാത്രം പെർട്ടിക്കുലർലി വരികയാണ് കുറച്ച് ദിവസങ്ങളായി. സൈഡ് ലോക്ക്ഡ് ഹെഡ് ഏക്ക് ഒക്കെ എപ്പോഴും നമ്മളൊന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ബാക്കിയുള്ള വാർണിംഗ് സിംറ്റംസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കുന്ന ഒരു തലവേദന, എസ്പെഷ്യലി തലയുടെ പുറകിൽ വരികയാണെങ്കിൽ BP ചെക്ക് ചെയ്ത് നോക്കുക. തലയുടെ പുറകിൽ ഒരു 10-30-40 വയസ്സിന് ശേഷം ഹെഡേക്ക് വരുമ്പോൾ എപ്പോഴും BP ചെക്ക് ചെയ്ത് നോക്കുക വളരെ. കാരണം ഓക്സിപിറ്റൽ ഹെഡേക്ക് BPയുടെ തുടക്കത്തിൻ്റെ ഒരു വലിയ സൈനാണ്, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത BPയുടെ ഒരു സൈനാണ് തലയുടെ പുറകിലെ തലവേദന. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ BP-യുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ന്യൂറോളജിസ്റ്റിലേക്ക് വരാതെ പലരും കാണുന്ന ഒരു ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ അങ്ങനെയുള്ളവരിലേക്കായിരിക്കും. സോ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക? ഒബ്വിയസ്ലി ഒരു ഫിസിഷ്യൻ ആണെങ്കിലും ഒരു ജനറൽ പ്രാക്ടീഷണർ ആണെങ്കിലും എല്ലാവരും ഇത് റെഗുലർലി കാണുന്ന കേസുകളാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ഹെഡേക്ക് ആണ് യൂഷ്വലി ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. യൂഷ്വലി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്നതല്ല, ലോങ് ടേം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഹെഡേക്ക് വൺ സൈഡഡ് ഹെഡേക്ക് ആണ്, ടിപ്പിക്കൽ മൈഗ്രെയിനസ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്, നോസിയ, വോമിറ്റിംഗ്, ഫോണോഫോബിയ, ഇതെല്ലാം ഉണ്ട് എന്നുള്ളപ്പോഴാണ് നമ്മൾ, പിന്നെ അദ്ദേഹത്തിന് ഈ ക്യാരക്ടറുള്ള ഹെഡേക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. എപ്പോഴും ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓഫ് ദ ഹെഡേക്ക്, അതായത് മുമ്പ് വന്നിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി തലവേദനയ്ക്ക് പുതിയ കുറേ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ നമ്മളതിനെ ഒരു സെക്കൻഡറി ഹെഡേക്കിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഒരു കാരണം കൊണ്ട്. ഇപ്പോൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് തലയുടെ ഉള്ളിൽ അല്ലെങ്കിൽ വേറെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തലവേദന വരുന്നതാണ് സെക്കൻഡറി ഹെഡേക്ക്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കണ്ണുമങ്ങലും
ഡബിളായിട്ട് കാണലും കൂടുതൽ വൊമിറ്റിങ്ങും ബാലൻസ് പോലും ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ വരാം. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റേതായ വേറെ പർട്ടിക്കുലർ ലക്ഷണങ്ങളുണ്ടാകും. ഉറക്കത്തിൽ നിന്ന് നമ്മളെ വിളിച്ചുണർത്തുന്ന അല്ലെങ്കിൽ ആ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള സിവിയർ ഹെഡേക്സ് ഒക്കെ എപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രൈമറി ഡോക്ടർ കാണുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു പ്രൈമറി ഹെഡേക്ക് തന്നെയാണോ അതോ സെക്കൻഡറി ഹെഡേക്കിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോഴായിരിക്കും? അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ഹെഡേക്സ് വരുമ്പോൾ മാത്രമാണോ, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ? ഹെഡേക്ക് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ മൈഗ്രെയിനിൽ നമ്മൾ മാസത്തിൽ ഒന്ന് വരുന്നു എന്നുള്ളതൊരു വി ക്യാൻ, ഇപ്പോൾ നമ്മൾ മൈഗ്രെയിനിൽ അബോർട്ടീവ് തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് തെറാപ്പി ഉണ്ട്. അബോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു മൈഗ്രെയിൻ വരുമ്പോൾ അത് ഒഴിവാക്കാനുള്ള, അതായത് ഇമീഡിയറ്റ് റിലീഫിനുള്ള മെഡിക്കേഷൻസ്, അത് പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കരുത് എന്നുള്ളതല്ല, മാസത്തിൽ 1-2 പെയിൻ കില്ലർ പോലെ ആയിരിക്കില്ല റിപ്പീറ്റഡ്ലി എടുക്കുക. അത് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് പറയുന്ന കണ്ടിന്യൂസ് മെഡിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള തലവേദനയ്ക്ക് വരെ നയിക്കാം. അതായത് ഒരു 10-ൽ കൂടുതൽ പിൽസ് ഒക്കെ നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ. അപ്പോൾ 4-ൽ കൂടുതൽ ഹെഡേക്ക് ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ മൈഗ്രെയിന് കണ്ടിന്യൂസ് മെഡിക്കേഷൻ ആവശ്യമുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറെ കാണാം. എപ്പോഴും ന്യൂറോളജിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സഹായിക്കും. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് മൈഗ്രെയിൻ എന്നുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കാര്യം തന്നെയാണോ? ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ട്രിഗർ, അതൊരു ഏജിൽ വരുന്ന ഒരു, ഇപ്പം നമുക്ക് കുറച്ച് കാലത്തേക്ക് വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ മരുന്നെടുത്ത് കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് കുറേ ട്രിഗറുകളുണ്ട്. ഈ ട്രിഗർ നമ്മൾ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ചില മൈഗ്രെയിൻ റിഫ്രാക്ടറിയാണ്, അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും റെസ്പോൺസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അതിന് കുറേ അഡ്വാൻസ്ഡ് മരുന്നുകളും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതികളും നമ്മുടെ അലോപ്പതി അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അതിൽ തലയിൽ ചെറിയ സൂചി വയ്ക്കുന്ന ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് തൊട്ട് അതല്ലാത്ത കുറേ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പൂർണ്ണമായി മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി മൈഗ്രെയിൻ എന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ഭാവിയിലേക്കൊരു ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന അസുഖമല്ല. പക്ഷേ അതിൻ്റെ ആ പെയിൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അതിനനുസരിച്ച് മെഡിക്കേഷൻസ് കഴിക്കേണ്ട ആവശ്യകതകളുണ്ട് എന്നുള്ളതാണ്. വാട്ടർ ഇൻടേക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഈ ഒരു ഹെഡേക്കിലേക്ക്? യൂഷ്വലി അങ്ങനെ വാട്ടർ ഇൻടേക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എപ്പോഴും നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചില്ല എന്നുകൊണ്ട് UTI അല്ലെങ്കിൽ യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കിഡ്നി സ്റ്റോൺ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. എന്നാൽ ഇത് തലവേദന ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി വാട്ടർ റിലേറ്റഡ് ആയിട്ടില്ല. ചിലർക്ക് ഇപ്പം ഡീഹൈഡ്രേറ്റഡ് ആയാലും ക്ഷീണം വന്നാലൊക്കെ പെട്ടെന്ന് തലവേദന വരാം എന്നുള്ളതാണ്. ഒരു ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ യൂഷ്വലി കാണാറില്ല. ഡോക്ടർ, ഈ മൈഗ്രെയിൻ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചെറിയ തലവേദനകൾ വന്നേക്കാം. അത് നമ്മൾ മൈഗ്രെയിനായിട്ട് ചിലർക്ക് മാറ്റി വന്നേക്കാം. എന്നിട്ട് അത് നമ്മൾ ചിലർ മൈഗ്രെയിൻ വന്നാൽ അത് ചെറിയ തലവേദനയാന്ന് പറഞ്ഞ് മാറ്റി വന്നേക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് ഒരു പേഴ്സൺ മനസ്സിലാക്കുക കൂടുതലും? അത് ഈ ഞാനീ പറഞ്ഞ സിവിയർ സിംറ്റംസ് ഉള്ളപ്പോൾ, വാർണിംഗ് സിംറ്റംസ് ഉള്ളപ്പോൾ, കാഴ്ച മങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ മുമ്പില്ലാത്ത പോലത്തെ വോമിറ്റിംഗ് വരിക, തലവേദനയുടെ കൂടെ ഒരുപാട് ബാലൻസ് സിംറ്റംസ്, നടക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ തലവേദന നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുക, ഉറക്കത്തിൽ നിന്നൊക്കെ തലവേദന കാരണം എഴുന്നേക്കേണ്ടി വരിക, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ സെക്കൻഡറി ഹെഡേക്ക്, വേറൊരു കാരണം കൊണ്ട്, വേറൊരു അസുഖം കൊണ്ട് തലവേദന വരുന്നത് സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പ്രൈമറി ഹെഡേക്കിൽ വേറെ ഒരു അസുഖവും ഇല്ല, തലവേദന മാത്രമാണ് അവിടുത്തെ അസുഖം. അത് തലവേദനയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മറ്റേ കേസിൽ അങ്ങനെയല്ല. അപ്പോൾ തലവേദനയ്ക്ക് വളരെ സിവിയർ ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ തലയുടെ ഉള്ളിലൊരു മുഴ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാറാത്ത തലവേദനകൾ, ഡെയിലി വരുന്ന തലവേദനകൾ, ഒരു വ്യത്യാസമില്ലാതെ നീണ്ടു നിൽക്കുന്ന തലവേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് ബുദ്ധിമുട്ടുകളില്ല എന്ന് പറയുക. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ടു ബി സേഫ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ പെർസിസ്റ്റന്റ് ഹെഡേക്ക്, സെക്കൻഡറി ഹെഡേക്കിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കാനിങ് ചെയ്യുന്നത് എപ്പോഴും ഉചിതമാണ്. നമ്മൾ പൊതുവേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് ഒരു തലക്കനം തോന്നുക, അല്ലെങ്കിൽ ചില സൈഡുകളിൽ തലയിൽ ഒരു തലവേദന തോന്നുക, ഇത് എന്തിൻ്റെ കാരണമായിട്ടായിരുന്നു? പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാട്ടർ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ചിലർക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ട് ഹെഡേക്ക് വരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അഡിക്വേറ്റ് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കി കളയാം. പിന്നെ ഉറക്കം കുറവ് കൊണ്ട് നമുക്ക് തലക്കനവും ഈ പറഞ്ഞ പോലെ ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മയും തലയ്ക്കൊരു ഭാരവും തോന്നും. ഡോക്ടറിന്റെ ഒരു ടൈമിംഗ് വെക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ പറയുന്ന ഒരു 6 to 8 hours തന്നെയാണ് നമ്മുടെ സ്ലീപ്പിംഗ്. അഡിക്വേറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് 6 to 8 hours. നമ്മൾ അതിൽ കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പറയാം. കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അല്ലാത്തടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours. 8 hours ആണ് ഏറ്റവും അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ പറയാം. അറ്റ്ലീസ്റ്റ് 6 hours സ്ലീപ്പ് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ പലരും നൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇത് നമ്മൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വർക്ക്? റിയലി റിലേറ്റഡ് ആണ്. നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ചിൻ്റെ സമയത്ത് കുറേ ദിവസം 12 hour ഷിഫ്റ്റ് ചെയ്തു, നൈറ്റ് ചെയ്തു,
ചെയ്തു. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലുള്ള നമ്മളെ പോലെയുള്ളവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ നമുക്കൊരു ബോഡിക്കൊരു ബാലൻസ് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് എസ് നമ്മുടെ ഒരു എന്താ പറയുന്നത് ബോഡിയുടെ ഫിസിയോളജി ചേഞ്ച് ആവും നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. നമ്മൾ കുറേ ഉറങ്ങാതിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ചില ഹോർമോൺസ്, സം കെമിക്കൽസ്. സോ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ദർ ഇസ് സംതിങ് കോൾഡ് എസ് മെലറ്റോണിൻ വിച്ച് ഹെൽപ്സ് യു ടു സ്ലീപ്പ്. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പല കെമിക്കൽസിലും ഇങ്ങനെ വ്യത്യാസങ്ങൾ ബോഡിയുടെ ഫിസിയോളജിയിൽ സംഭവിക്കുന്നതുകൊണ്ട് ഈ ഉറക്കം കിട്ടായ്മ സംഭവിക്കാം, അത് തലവേദനയിലേക്ക് നയിക്കാം എന്നുള്ളൊരു കാര്യം ഡെഫിനറ്റ്ലി പോസിബിളാണ്. അപ്പോൾ ഷിഫ്റ്റ് വർക്കേഴ്സിന് വരുന്ന ഹെഡേക്കും ഉറക്കക്കുറവും വളരെ ഒരു വിപുലമായ എന്താ പറയുന്ന പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു മേഖല. അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിൽ നമുക്ക് എന്താണ് ഒരു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? ഷിഫ്റ്റ് വർക്കിംഗ് അത് സിവിയർലി നമ്മളെ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുക. കാരണം അതിന് നമുക്ക് ക്യൂർ ചെയ്യാനുള്ള മെഡിസിൻസ് എന്നുള്ള രീതിയിലൊന്നും നമുക്കില്ല. അത് ബോഡിയുടെ ഫിസിയോളജിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ഹെഡേക്കാണ്. അപ്പോൾ അതിനാ നമ്മൾ പരമാവധി കിട്ടുന്ന സമയങ്ങളിൽ ഉറക്കം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇൻകംപ്ലീറ്റ് സ്ലീപ്പ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ മാത്രമാണ് നമുക്ക് തരണം. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, ക്ലൈമറ്റ് ചേഞ്ച് ഒബ്വിയസ്ലി ഇപ്പോൾ സൈനസൈറ്റിസ് ഒരു കോമൺ കോസാണ് ഹെഡേക്കിന്. അപ്പോൾ കോൾഡ് ക്ലൈമറ്റിൽ മഴക്കാലത്തൊക്കെ പലർക്കും റിക്കറൻറ്റ് സൈനസൈറ്റിസ് കൊണ്ടുള്ള തലയുടെ മുൻഭാഗത്ത് വരുന്ന വേദന, പുറകിലും സൈനസൈറ്റിസ് കൊണ്ട് ഹെഡേക്ക് വരാം. ബട്ട് പ്രിഡോമിനൻ്റ്ലി മുൻപിൽ തലയ്ക്കൊരു ഭാരം, കണ്ണിൻ്റെ മുകളിലുള്ള വേദന, കൂടെ മൂക്കടപ്പ് പോലത്തെ ഉള്ള സെൻസേഷൻ, തല കുനിക്കുമ്പോൾ ഭാരം തോന്നുന്നു, ഇതെല്ലാം സൈനസൈറ്റിസിൻ്റെ ഒരു കോമൺ ലക്ഷണം. ഓക്കെ, ഇതിൽ പെടുന്നതല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സൈനസൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുകയാണ്, പലരും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കഫം ഇളകാനും അല്ലെങ്കിൽ സിറപ്പുകൾ പോയി ഫാർമസികളിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഡോക്ടർ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഡോക്ടർ കൺസൾട്ടേഷൻ പ്രിസ്ക്രിപ്ഷൻ സിറപ്പ് കൺസൾട്ടേഷൻസ് ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ബാൻഡ് ആയിട്ടുള്ള കുറേ കണ്ടൻസ് ഉള്ള സിറപ്പ് കാരണം എസ്പെഷ്യലി പീഡിയാട്രിക് ഏജിൽ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബെറ്റർ പറയുക, നമ്മൾ ഇൻഹെയിൽ എടുക്കുക, ഇൻഹലേഷൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ സിറപ്പും കാര്യങ്ങളും എടുക്കുക. ഇൻഹലേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഒരു പാരസിറ്റമോൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഒരുപാട് ഒരു പാരസിറ്റമോൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല വേദന കൂടുമ്പോൾ. പക്ഷേ സിറപ്പും ബാക്കിയുള്ള മെഡിക്കേഷൻസും ഒക്കെ എടുക്കുമ്പോൾ ഐഡിയലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, ഞാൻ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് തലയിൽ ഭയങ്കരമായിട്ട് വേർക്കുക എന്നുള്ളത്. ഈ വേർക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്, നീർക്കെട്ടാകുന്നു എന്ന് പറയുന്നു. അത് ശരിക്കും ഒരു തലവേദനയിലേക്ക് നയിക്കുന്നതാണോ? സൈനസൈറ്റിസ് വന്നിട്ടുണ്ടാവുന്ന തലവേദന ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. അല്ലാതെ തല വിയർക്കുന്നത് കൊണ്ടും തലയിൽ നീരിറങ്ങുന്നതുകൊണ്ടും ഉള്ളൊരു ഹെഡേക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദേ ആർ പ്രോൺ ഫോർ സൈനസൈറ്റിസ് അങ്ങനെ നമുക്ക് ദേ ക്യാൻ ഗെറ്റ് എ ഹെഡേക്ക്. അതർവൈസ് തല വിയർക്കുന്നത് കൊണ്ട് മാത്രം തലവേദന വരണം എന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ബോഡിയും ഓരോ പോലെയാണ്. ഇപ്പോൾ ചിലർക്ക് ഇപ്പം ഐസ്ക്രീം കഴിച്ചാൽ ഉടനെ തലവേദന വരുന്നു, അല്ലെങ്കിൽ ചിലർക്ക് വെയിലത്ത് പോയി തല വേർത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തലവേദന വരുന്നു. ചിലർ സ്ട്രെയിഞ്ച് ആയിട്ട് പറയാറുണ്ട് കുളിക്കുന്നതുകൊണ്ട് തലവേദന വരുന്നു. ഇപ്പോൾ ഇതൊരിക്കലും ഇപ്പോൾ നമ്മൾ മെഡിക്കലി ഇല്ല എന്ന് പറയുമ്പോഴും ഓരോരുത്തരുടെ ട്രിഗർ ഓരോ പോലെയാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു കാര്യം ഇല്ല എന്നല്ല. സോ ദർ മേ ബി എ ട്രിഗർ. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു ഹോട്ട് വാട്ടർ എപ്പിലെപ്സി എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. അത് ചൂടുവെള്ളത്തിൽ കുളിച്ച അവസ്മാരം വരിക. അപ്പോൾ അതല്ല, അത് വേറെ കാരണങ്ങളാണെന്നൊക്കെ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ല, അതൊരു ജനറ്റിക്കൽ എപ്പിലെപ്സിയാണ്, അത് ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണെന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ ഒരിക്കലും നമുക്ക് ഒരു പേഷ്യൻ്റ് പെർസിസ്റ്റൻ്റ്ലി ഒരു കാര്യം പറയുമ്പോൾ അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് ഫോർ ഹിം ഇറ്റ് മേ ബി ലൈക്ക് ദാറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ബട്ട് മെജോറിറ്റി ഓഫ് ദ കേസസ് ഇപ്പോൾ നീരിറക്കത്തിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ റിക്കറൻറ്റ് ഇപ്പം നേസൽ DNS ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉള്ളവർക്കൊക്കെ പ്രിഡോമിനൻ്റ്ലി പ്രോൺ ആണ് ഇങ്ങനെ സൈനസൈറ്റിസും കാര്യങ്ങൾക്കും. ബിക്കോസ് അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പ്രോൺ ആണ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്സ് വന്നേക്കാം, മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്സ് വരുമ്പോൾ പൊതുവെ അത് നമുക്ക് എങ്ങനെയാണ് അതിനൊരു ക്യൂർ എന്നുള്ളത്? ബിക്കോസ് ലൈറ്റിനോട് അവർക്ക് എക്സ്പോസ്ഡ് അല്ല, സൗണ്ടിനോട് എക്സ്പോസ് കാര്യങ്ങൾ പറ്റില്ല. മൈഗ്രെയിൻ യൂഷ്വലി നമ്മൾ പറയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ട്രിഗർ ഭക്ഷണം ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെ പോകാൻ പറ്റും? നമ്മൾ യൂഷ്വലി ഇതാണ്, നമ്മൾ ഒരുപാട് ഇപ്പോൾ മോർ ദാൻ 4 ഹെഡേക്സ് 3 to 4 ഹെഡേക്സിൽ കൂടുതലുള്ളപ്പോൾ ഡെയിലി മെഡിക്കേഷൻസിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ 1-2 തലവേദനയ്ക്ക് മാസത്തിൽ 1-2 പെയിൻ കില്ലർ എടുക്കുക എന്നുള്ളതാണ്. പെയിൻ കില്ലർ എടുക്കാതിരിക്കുന്നതും ഒരു രീതിയിൽ ഈ മൈഗ്രെയിനെ കൂട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് റെഗുലർ ഹെഡേക്ക് ആയിട്ട് മാറും നമ്മൾ പരമാവധി മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ. അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റഡീസ് വഴിയാണ് നമ്മൾ ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സിവിയർ ഹെഡേക്ക് വരുന്നു, എന്നാൽ ഇത് 1-2 ഉള്ള സമയത്ത് നമ്മൾ സിവിയർ ഹെഡേക്ക് വന്നാലും പിൽസ് എടുക്കാതിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ എണ്ണം കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെഡേക്ക് വരുന്ന ഒരാൾ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് സിവിയർ ഹെഡേക്കിൻ്റെ ഇത് സഫർ ചെയ്യാതെ
ഒരു പാരസെറ്റമോളോ കാര്യങ്ങളോ എടുക്കുന്നതായിരിക്കും. ചിലർക്ക് പാരസെറ്റമോളിൻ്റെ കൂടെ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനുള്ള മരുന്നുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രൊഫൈലാക്റ്റിക് മെഡിസിൻസ് ഡെയിലി മേ ബി 1 month 1.5 months ചിലർക്ക് 3 months വേണ്ടി വരും. അത് കഴിക്കുക. പിന്നെ നിർത്തുമ്പോൾ എപ്പോഴും ഡോസ് കുറച്ചിട്ട് നിർത്താൻ നോക്കുക. ചിലപ്പോൾ റിബൗണ്ടായിട്ട് ഹെഡ് ഏക്ക് വരാം. പിന്നെ ട്രിഗേഴ്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, ഇത് വരാനുള്ള കാര്യങ്ങൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള ചാൻസസ്? ഹെറിഡിറ്ററി ആയിട്ട് മൈഗ്രെയിൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മൈഗ്രെയിനിൽ ഇപ്പം യൂഷ്വലി നമ്മൾ ഫാമിലി തന്നെ കാണാറുണ്ട്. ഇപ്പം അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് തലവേദന വരാം. സഹോദരങ്ങളിലുണ്ടെങ്കിൽ ഒബിയസ്ലി ഉണ്ട്. പിന്നെ ഹെമിപ്ലീജിക് അല്ലെങ്കിൽ ഈ നമ്മളൊരു തരം മൈഗ്രെയിനിൽ ഒരുപാട് തരങ്ങളുണ്ട്. അതിൽ തലവേദന ഇല്ലാതെ തലകറക്കം മാത്രം വരുന്ന വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ഉണ്ട്. ഒരു സൈഡിൽ തലവേദന വരുമ്പോൾ കുഴച്ചിൽ വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വേദന ഇല്ലാതെ കുഴച്ചിൽ മാത്രം വരുന്ന എപ്പിസോഡ്സ് വരുത്തുന്ന ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഫാമിലിയിൽ റൺ ചെയ്യുന്നതാണ്. തലവേദന വരുന്നു, ഒരു സൈഡ് തരിക്കുന്നു, അല്ലെങ്കിൽ കുഴച്ചിൽ വരുന്നു, പിന്നെ അത് കംപ്ലീറ്റ്ലി നോർമൽ ആവുന്നു. നമ്മൾ ആദ്യം കാണുമ്പോൾ സ്ട്രോക്ക് വന്നു എന്നുള്ള പോലെ തോന്നും. പക്ഷേ ഇത് മുമ്പ് തൊട്ടേ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡ്സ്. അതെല്ലാം ഹെറിഡിറ്ററി ആയിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ എല്ലാ ഹെഡ് ഏക്സും അല്ല. നമുക്കിപ്പോൾ ഒരു ഇമ്പാക്റ്റഡ് ടൂത്ത്, പല്ലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇമ്പാക്റ്റഡ് ടൂത്ത് ഇരിക്കുമ്പോൾ അവർക്കൊരു ടോട്ടലി ഒരു മാൻഡിബുലർ നെർവ് പോകുന്നതുകൊണ്ട് മൊത്തത്തിലുള്ളൊരു പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ അത് ഒരു മൈഗ്രെയിൻ ആണെന്ന് പലരും തെറ്റിദ്ധരിക്കും. ബിക്കോസ് ഒരു 1 week ഒക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു? അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ടൂത്ത് ഏക്ക് റേഡിയേറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തലവേദനയായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഉചിതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വ്യത്യാസം കിട്ടണം. അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ചിലപ്പോൾ മൈഗ്രെയിൻ ഉള്ള ഒരാളില്ലേ, ഇപ്പോൾ പനി വന്നാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ UTI എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വേറൊരു ഇൻഫെക്ഷനും കാര്യങ്ങളും ഹെഡ് ഏക്കിനെ ട്രിഗർ ചെയ്യാം, അതായത് ഹെഡ് ഏക്ക് കൂട്ടാം. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തലവേദന ഫീൽ. അത് ചിലപ്പോൾ വേറൊരു കാരണം കൊണ്ടായിരിക്കില്ല, ഈ അണ്ടർലൈൻ ഡിസീസ് കൊണ്ട് തലവേദന കൂടുതലായിട്ട് തോന്നുന്നതായിരിക്കാം. എസ്പെഷ്യലി ടൂത്ത് ഏക്കൊക്കെ നമുക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാൾ ചിലപ്പോൾ തലവേദന കൂടുതലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാം. ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ നോസിയ ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ കൂടുതൽ? ദാറ്റ് ഈസ് എ മോഷൻ സിക്നസ്. അത് നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ തലവേദന വരുന്നതും ഈ നോസിയ വരുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആൻറ്റിഎമെറ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നത്. അപ്പോൾ മൈഗ്രെയിൻ ഒക്കെ പലർക്കും ട്രാവൽ കൊണ്ട് ട്രിഗേർഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഹെഡ് ഏക്കും കൂടിയിട്ടുള്ള ഈ പറഞ്ഞ സിംറ്റം ആയിരിക്കും, അല്ലാതെ ജസ്റ്റ് മോഷൻ സിക്നസ് ആയിരിക്കില്ല. ഡോക്ടർ ഈ പറഞ്ഞ പോലെ പ്രൈമറിയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലവേദനയും അതിൽ നിന്നല്ലാണ്ട് വരുന്ന തലവേദന നമുക്ക് വേർതിരിച്ച് കാണേണ്ടതുണ്ടല്ലോ. പനി വരുമ്പോൾ നമ്മൾ തലവേദനയെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഒരു പനി കൊണ്ടുള്ള ഒരു തലവേദന ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെക്കൻഡറി ടു മെനിഞ്ചൈറ്റിസ്, ഇപ്പോൾ നമ്മൾ മെനിഞ്ചൈറ്റിസ് ആണ് ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ പനി തലയിലേക്ക് കയറുക, മസ്തിഷ്ക ജ്വരത്തിലേക്ക് നയിക്കുക. അപ്പോൾ മാറാത്ത തലവേദന, ലൈറ്റ് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക തലവേദനയുടെ സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സിവിയർലി കണ്ണടച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുക, മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ. പിന്നെ കഴുത്തിനൊരു ടൈറ്റ്നെസ് തോന്നുക പനിയുടെ കൂടെ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും സിവിയർ തലവേദനയൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ ഇമീഡിയറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പനി ഇങ്ങനെ ഇപ്പം പിന്നെ ചെറിയ ബോധത്തിലുള്ള വ്യത്യാസങ്ങൾ, കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ എപ്പോഴും മെനിഞ്ചൈറ്റിസ് സ്ട്രോങ് ആയിട്ട് സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ മെഡിക്കേഷൻസ് കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് പോകേണ്ടി വരുന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. ഓക്കെ.